ജോബ് നോക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വെൽക്കം ബാക്ക് ഫ്ലോറൻസ് അക്കാദമീസ് അനദർ വീഡിയോ. ഓസ്ട്രേലിയയിൽ ജോലി അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ തേടി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ട്. അടുത്ത 5 വർഷം വരെ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ജോബ്സിന്റെ ലിസ്റ്റ് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം 2024 ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ജോബ്സുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെയാണ് കൺസ്ട്രക്ഷൻ മാനേജർ. ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഏരിയയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് ഈ ഒരു ജോബ്. സ്കിൽഡ് മാനേജേഴ്സ്, അതായത് ഹോംസ്, ബിസിനസ്, ഇൻഡസ്ട്രി എന്നതിലൊക്കെ എക്സ്പെർട്ട് ആയിട്ടുള്ളവർക്കാണ് കൂടുതലും ഡിമാൻഡ്. ഒരു ബിൽഡിങ്ങിന്റെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും അതിന്റെ കൺസ്ട്രക്ഷനും ഡെയിലി വർക്ക് സൈറ്റിൽ വരുന്ന പ്രവർത്തനങ്ങളും എല്ലാം മേൽനോട്ടം വഹിക്കാനായിട്ട് ഇതിലൂടെ പറ്റും. പല കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളിൽ നിന്നും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ഡിപ്ലോമകളിൽ നിന്നും നിങ്ങൾക്ക് പല അറിവുകളും നേടാനായിട്ട് കഴിയും. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എബിലിറ്റീസ് കിട്ടാനും മേജർ ആയിട്ടുള്ള പ്രൊജക്ട്സ് ലീഡ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. രണ്ടാമത്തേതാണ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊഫഷണൽസ്. ഒരു സിറ്റിക്ക് ആവശ്യമായ റോഡ്സ്, ബ്രിഡ്ജസ്, ട്രെയിൻസ്, വാട്ടർ സിസ്റ്റം ഇതെല്ലാം പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും കൺസ്ട്രക്ട് ചെയ്യാനും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സിവിൽ എഞ്ചിനീയേഴ്സിനെ അസിസ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ വലിയ കൺസ്ട്രക്ഷൻ ബിസിനസ്സുകളിലും പ്രൈവറ്റ് സെക്ടറുകളിലും ഗവൺമെന്റ് ഏജൻസിയിലൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. എഞ്ചിനീയറിംഗിൽ ബാച്ചിലർ ഡിഗ്രി എടുത്തിട്ടുള്ള ഏതൊരാൾക്കും അവരുടെ സ്കിൽസും ഇൻഫോർമേഷൻസും ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു എഞ്ചിനീയർ ആയിട്ട് തന്നെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമത്തേതാണ് ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ്. കിൻഡർ ഗാർഡൻ, ചൈൽഡ് കെയർ സെന്റേഴ്സിലൊക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ളൊരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചേഴ്സ്. പല കളികളിലൂടെയും പഠനങ്ങളിലൂടെയും കുട്ടികളുടെ വളർച്ചയ്ക്കും മറ്റും സഹായിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ആൻഡ് കെയറിൽ TAFE സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു ഏർലി ചൈൽഡ്ഹുഡ് ടീച്ചറായി അസിസ്റ്റ് ചെയ്യാനും പ്ലേ ഗ്രൂപ്പ് സൂപ്പർവൈസറായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫോർത്ത് വൺ, രജിസ്റ്റേർഡ് നഴ്സസ്. നമുക്കറിയാലേ വിദേശത്തൊക്കെ നഴ്സസിന്റെ ഒക്കെ ഭയങ്കര ഡിമാൻഡാണെന്ന്. നിങ്ങളൊരു രജിസ്റ്റേർഡ് നഴ്സ് ആണെങ്കിൽ എമർജൻസി, മെന്റൽ ഹെൽത്ത്, പീഡിയാട്രിക്സ്, ജനറൽ പ്രാക്ടീസ്, ലിവിംഗ് ഫെസിലിറ്റീസ് പോലെയുള്ളവരെല്ലാം അസിസ്റ്റ് ചെയ്യാം. ഒരു നഴ്സായി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു നഴ്സിംഗ് ഡിഗ്രി തന്നെ വേണം. TAFE ഡിപ്ലോമ നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റേർഡ് നഴ്സസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ടും പറ്റും. അഞ്ചാമത്തേതാണ് ICT ബിസിനസ് ആൻഡ് സിസ്റ്റം അനലിസ്റ്റ്. ബിസിനസ് പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ നല്ല കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു ജോബാണ് ഇത്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, മെഷീൻ ലേണിംഗ്, ഡാറ്റ സയൻസ്, വിഷ്വലൈസേഷൻ, IT പ്രൊജക്ട് മാനേജ്മെന്റ് ഇതിലെല്ലാം നിങ്ങൾക്ക് സ്കിൽസ് ഉണ്ടെങ്കിൽ ഇതിലെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ചെയ്യാനും പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ അപ് സ്കിൽസിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് SAP സർട്ടിഫിക്കേഷനിലേക്കോ ബിസിനസ് അനലിറ്റിക്സിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി പോലെയുള്ളതിലേക്ക് തിരിയുന്നതും നല്ലതായിരിക്കും. ആൻഡ് ലാസ്റ്റ്, ഷെഫ്. നിങ്ങൾക്ക് ഫുഡിൽ നല്ല പാഷൻ ഉണ്ടെങ്കിൽ ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യാം. ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രീസിൽ ഷെഫിന് ഹോട്ടൽ, ബാർ, ഫൈൻ ഡൈനിങ് എസ്റ്റാബ്ലിഷ്മെന്റ്, കാറ്ററിംഗ് കമ്പനികളിലെല്ലാം വർക്ക് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വർക്ക് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സ്റ്റാഫ്സിനെ മാനേജ് ചെയ്യാനും പുതിയ പുതിയ റെസിപ്പീസ്, പുതിയ മെനൂസ് ക്രിയേറ്റ് ചെയ്യാനും സപ്ലൈ ചെയ്യാനും മറ്റുള്ള ജോലികൾ ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. സാധാരണ ഒരു ക്വാളിഫിക്കേഷൻ മാത്രം പോരാ ഒരു ഷെഫായിട്ട് വർക്ക് ചെയ്യാൻ. കൊമേഴ്ഷ്യൽ കുക്കറി കോഴ്സിൽ ഒരു ക്വാളിഫിക്കേഷനും കൂടി വേണം. ഇതൊക്കെയാണ് ആ ഹൈലി ഡിമാൻഡഡ് ആയിട്ടുള്ള 6 ജോബ്സുകൾ എന്ന് പറയുന്നത്. നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞവരാണ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ഒരു ഷിഫ്റ്റിംഗ്, ഒരു അബ്രോഡിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കും ഈ കോഴ്സിനെ പറ്റിയിട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അബ്രോഡ് പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.